ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കനിയുടെയും ജോണിന്റെയും വിവാഹകാര്യം സംസാരിക്കാനായി പാർവതിയും രാമേട്ടനും മാധവത്തിലേക്ക് എത്തുകയാ. ഡ്രസ്സും ഗോൾഡും എല്ലാം അവരെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സിമ്പിളായ ഒരു വിവാഹമാണ് തനിക്ക് താല്പര്യമെന്ന് കനിയും പറയുന്നുണ്ട്. ഡിസൈനർ സാരി നോക്കാം, അല്ലെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ ബനാറസി നോക്കാമെന്ന് അമ്മ പറയേ. അതൊക്കെ എനിക്ക് നല്ല ചർച്ചയാ, ആളുകൾ ചിരിച്ചു മരിക്കുമെന്ന് കനിയും. എന്നാൽ മുംബൈയിൽ നിന്ന് ഡിസൈനേഴ്സിനെ വിളിക്കാം, അപ്പോൾ അവര് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേരുന്നത് സെറ്റാക്കി തരും. അതാ നല്ലതെന്ന് പാർവതി പറയേ. വലിയ ബഹളങ്ങളില്ലാത്ത കല്യാണമാ നല്ലതെന്ന് സരസ്വതിയും പറയുകയാ. നിന്റെ മോൾക്ക് 2 സാരിയും ആഡംബരവും ഒക്കെ ഉണ്ടായിരുന്നത് എനിക്കറിയാം, അതിലൊട്ടും കുറയ്ക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പാർവതിയും. മത്സരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി, നടക്കട്ടെ എന്ന് ടീച്ചറമ്മയും. ജുവൽസ് ഡയമണ്ട് സെറ്റാ എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ട്രഡീഷണൽ നോക്കാം. ആന്റിക് ജുവലറിയും നല്ല ചോയ്സ് ആയെന്ന് അമ്മ പറയേ. ഒന്നും വേണ്ടെന്ന് പറയണ്ട, എല്ലാം ഇങ്ങ് പോന്നോട്ടെ എന്ന് കനി ചെറിയമ്മയുടെ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. ലുക്കും സ്റ്റൈലും സെറ്റാക്കാൻ മുംബൈയിൽ നിന്ന് ഒരു സ്റ്റൈലിസ്റ്റിനെ ഏർപ്പാടാക്കാം. സ്റ്റൈലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മീശയും താടിയും കൂടി സെറ്റാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സ്റ്റൈൽ ആയിരിക്കൂലേ എന്നവൾ ചിരിയോടെ ശബ്ദം താഴ്ത്തി ചെറിയമ്മയോട് ചോദിക്കേ. എന്താ കനിക പറയണേ? എന്തേലും പാറ്റേണോ സ്റ്റൈലോ ഉണ്ടെങ്കിൽ കനിക നോക്കി പറയേ. ഞാനും റാംജിയും കൂടി പർച്ചേസ് ചെയ്യാമെന്ന് പാർവതി പറയേ. അതെ അതെ എന്ന് റാംജിയും. എനിക്ക് സിമ്പിൾ പരിപാടികളാ ഇഷ്ടം, പിന്നെ എല്ലാം നോക്കാം എന്നവൾ പറയേ. ഞങ്ങളൊരു ഐഡിയ പറഞ്ഞതാ, അപ്പോ എല്ലാം നല്ലതുപോലെ നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റാംജിയും പാർവതിയും എഴുന്നേറ്റ് അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. ടീച്ചറമ്മ അവരെ യാത്രയാക്കാനായി പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന വീണയൊന്ന് നോക്കിക്കൊണ്ട് കനി അകത്തേക്ക് കയറി പോവുകയാ. പിന്നീട് രാത്രിയാവുമ്പോ സാറിന്റെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുകയാണ് സരസ്വതി. ആകെ ബുദ്ധിമുട്ടായി അല്ലേ സരസ്വതി എന്ന് സാർ ചോദിക്കേ. അതെ സാർ, ശരിക്കും ബുദ്ധിമുട്ടായി. എന്താ സാർ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? ഗുരുവിനെ ശുശ്രൂഷിച്ച് കുറച്ച് ഗുരുത്വം ഉണ്ടായിക്കോട്ടെ ശിഷ്യയ്ക്കെന്ന വിചാരവും മനസ്സുമൊന്നും സാറിനില്ലേ എന്ന് സരസ്വതി ചോദിക്കേ. ആ തത്വത്തിലാണെങ്കിൽ ഓക്കെ, അത് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്റെ പാചകഗുരുവിന്റെ ഗുരുത്വത്തിനുള്ള വഴി ഞാനും നോക്കണ്ടേ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുക. പാചകം നന്നാവണേൽ നോക്കേണ്ടി വരുമെന്ന് ടീച്ചറമ്മ പറയേ. സാറ് ആ മൊബൈൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ശിവരാമേട്ടന്റെ കോളായിരുന്നു അത്. ആ ഏട്ടാ പറയേ, ഒരുക്കങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് സരസ് ചോദിക്കേ. കാര്യമായ പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വിഷയമില്ലെന്നേ. പക്ഷെ അവന്മാരെന്തെങ്കിലും പ്രശ്നമുണ്ടോക്കൊന്ന എന്റെ പേടിയെന്ന് ശിവരാമേട്ടൻ പറയേ. കുമാറാണോ എന്ന് സരസുവും ചോദിക്കുന്നുണ്ട്. അവൻ മാത്രമല്ല മോഹനുമില്ലേ, ഇടയ്ക്ക് അവൻ എന്നെ ശബ്ദം മാറ്റി വിളിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പെൺകുട്ടിയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തല അവന്റെ പരിപാടി എന്ന് ശിവരാമേട്ടൻ പറയേ. അവന്മാരെന്തിനും തുനിഞ്ഞിറങ്ങുമെന്ന് ടീച്ചറമ്മയും. അന്ന് വിളിച്ചപ്പോ മേലാൽ ഈ പരിപാടി ആവർത്തിച്ചാൽ നല്ല ഇടി വാങ്ങിക്കൂട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറയാനൊക്കില്ലെന്നേ. നാളെ എന്തായാലും അങ്ങോട്ടൊന്ന് വിളിച്ച് വിരട്ടിയേക്കാം. അത്യാവശ്യം ഭീഷണിയും വിരട്ടുമൊന്നും ഇല്ലാതെ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല കൊച്ചേ. സാർ അടുത്തുണ്ടോ ഒന്ന് കൊടുക്കുന്ന ശിവരാമേട്ടൻ പറയേ. ടീച്ചറമ്മയും ഏട്ടനാണെന്ന് പറഞ്ഞ് മൊബൈൽ സാറിന്റെ കയ്യിലേക്ക് കൊടുക്കുക. സാർ അത് വാങ്ങിച്ച് നമസ്കാരം പറയുമ്പോഴേക്കും, നമസ്കാരം സാറേ, മോതിരമിടൽ ചടങ്ങ് നാളെയാ. അക്കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചതാണെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. നമ്മുടെ അവസ്ഥ ഇതാണല്ലോ എന്ന് സാറ് പറയേ. സാറിനെ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സാറ് ചടങ്ങിനുണ്ടാവണം, അതെന്റെ ആഗ്രഹമാ എന്ന് ശിവരാമേട്ടൻ നിർബന്ധിക്കേ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഹാജർ. നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാവും, അത്രയേ ഉള്ളൂ എന്ന് സാറും പറയുന്നുണ്ട്. ഒരിക്കലുമില്ല സാർ, സാർ ഇവിടെ ഉണ്ടാവണം എന്ന് ശിവരാമേട്ടൻ തീർത്തു പറയേ. സന്തോഷം, ഓക്കെ, അപ്പൊ നാളെ കാണാമെന്ന് പറഞ്ഞ് സാറ് മൊബൈൽ സരസ്വതിന് കൊടുക്കുമ്പോഴേക്കും എന്നാ ശരിയേട്ടാ നടക്കട്ടെ, നാളെ കാണാമെന്ന് പറഞ്ഞ് സരസ്വതിയും കോൾ വെക്കുകയാ. കോൾ വെച്ച് കഴിയുമ്പോഴേക്കും എന്നെയും കൊണ്ട് നാളെ പോകുന്നത് എല്ലാവർക്കും പാടാവില്ലേ സരസ്വതി എന്ന് സാർ ചോദിക്കേ. ഇച്ചിരി പാടാവും, എന്നാലും ഞങ്ങൾ സഹിച്ചോളാം. കാരണേ ശിവരാമേട്ടൻ സാറിന്റെ സാന്നിധ്യം അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. സാർ എന്നാ ഉറങ്ങാൻ നോക്ക്, നാളെ രാവിലെ പോവേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പിന്നീട് വിവാഹ നിശ്ചയത്തിനൊരുങ്ങി വിളക്ക് കത്തിക്കാനൊരുങ്ങുന്ന അഡ്വക്കേറ്റ് സുജിയാണ് കാണിക്കുന്നത്. അച്ഛനും അനിയത്തി വിജിയും റെഡിയായി അരികിൽ തന്നെ നിൽപ്പുണ്ട്. വിളക്ക് കത്തിക്കട്ടെ അച്ഛാ എന്ന് സുജി ചോദിക്കേ. വിളക്കും തിരിയും കത്തിച്ചു വെച്ചോ എന്ന് അച്ഛനും. അവൾ വിളക്ക് കത്തിക്കുമ്പോഴേക്കും റിജിയും കൂട്ടരും അങ്ങോട്ടെത്തുന്നുണ്ട്. കാറിന്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ചെന്ന് അവരെ സ്വീകരിക്കുകയാ. കൃഷ്ണചന്ദ്രൻ സാറും കാറിൽ നിന്നിറങ്ങി വാക്കറി പിടിച്ച് നിൽക്കുമ്പോഴേക്കും ചെറിയമ്മയും വല്യമ്മയും പോയിക്കോ, ഞങ്ങൾ കൊണ്ടുവന്നോളാമെന്ന് കനിയും പറയുകയാ. അത് കേൾക്കെ എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും കനിയും വീണയും കൂടി കൃഷ്ണചന്ദ്രൻ സാറെ പിടിച്ച് വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവരകത്തേക്ക് എത്തുമ്പോഴേക്കും വല്യമ്മ വീൽ ചെയറിലിരിക്കുന്ന സുജിയുടെ അച്ഛന് നമസ്കാരം പറയുന്നുണ്ട്. ടീച്ചർ അമ്മയും റെഡിയായി നിൽക്കുന്ന വിജിയുടെ അരികിലേക്ക് ചെന്ന്, ആഹാ മോളിന്ന് സുന്ദരിയായിട്ടുണ്ട്, കൊള്ളാല്ലേ എന്നെല്ലാവരോടുമായി ചോദിച്ച് അവളോടായി ഇന്നും അന്ന് വന്നവര് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു പേടിയും വേണ്ട, നല്ല കുട്ടിയായിട്ടിരിക്കെന്ന് പറയേ. അവളും അത് സമ്മതിക്കുക. സാറിനെയും കൊണ്ട് കനിയും വീണയും കൂടി സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ഇട്ട ചെയറിലേക്ക് നോക്കി ഇവിടെ കുറച്ചു നേരം ഇരുന്നാലോന്ന് സാറ് ചോദിക്കുക. അവർ സാറിനെ അങ്ങോട്ട് ഇരുത്തുമ്പോഴേക്കും
സിറ്റൗട്ടിലേക്ക് എത്തുന്ന വല്യമാമയും ഇവിടെ ഇരിക്കുക, അങ്ങോട്ടിരിക്കാലോ എന്ന് ചോദിക്കേ പകല നേരം ഇവിടെ ഇരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചെന്ന് സാറും ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകെ അനിയോടും വീണയോടും അകത്തേക്ക് പോവാനായി പറയുന്നുണ്ട് സാർ. ശിവരാമനും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് മോഹനെ കോൾ ചെയ്യുക. അവിടെ മോഹനും കുമാറും ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് മോഹന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഇയാളതെടുത്തു നോക്കിക്കൊണ്ട് ആ ശിവരാമനാ, എന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ മോഹന, റെജിയുടെ ഉറപ്പിക്കൽ ചടങ്ങാ ഇന്ന് എന്ന് പറയേ അതിന് എന്ന് മോഹനും നിനക്ക് എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വാ, വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് ശിവരാമേട്ട പറയുന്നത് കേൾക്കേ താൻ ആളെയും കൂട്ടി വന്ന് വെല്ലുവിളിക്കുക എന്ന് മോഹനും ചോദിക്കുക. അതിനെന്താടാന്ന് ശിവരാമേട്ടൻ ചോദിക്കുക. എന്നാ നേർക്ക് നേർക്ക് വാടാ നീ, ഫോണിൽ കിടന്ന് കൊഞ്ചാതെ എന്ന് മോഹനും. അത് കേൾക്കെ ശിവരാമേട്ടനും ദേഷ്യത്തോടെ ദേ കണ്ടവന്മാർക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്, അത് പറയാനാ വിളിച്ചത്. നിന്റെ ഒരു അഭ്യാസവും ഇനി നടക്കില്ലടാ. നിനക്ക് ഇരുട്ടുവാക്കിന് ഇടി തന്ന 2 പിള്ളേരും ഇപ്പൊ ഇവിടെ ഉണ്ട്, പെട്ടെന്ന് വന്നോ, അവര് നിനക്കുള്ള ബാക്കി തരും എന്ന് ശിവരാമേട്ടൻ പറയേ അതെ ഞാൻ എന്റെ പരോള് തീർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പൊക്കോട്ടെ എന്ന് മോഹനും. അപ്പോഴേക്കും സാറിനുള്ള ചായയുമായി സീറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട് വീണയും കനിയും. വല്യമാമയുടെ സംസാരം ശ്രദ്ധിച്ച് വല്യമാമ ഇവിടെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് കനി സാറിനോടായി പറയുന്നുണ്ട്. ആഹാ നീ അത്രയ്ക്ക് ഡീസന്റ് ആയോ, ശരിയെന്നാ ഇവിടെ സമയമായി എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും കോൾ കട്ട് ചെയ്യുക. മോഹനം ദേഷ്യത്തോടെ കോൾ വെച്ച് അവന്റെ അടിയന്തരത്തിന് സമയമായി പന്ന, തന്റെ ശേഷക്കാരിയുടെ എൻഗേജ്മെന്റാ ഇന്ന്, നമ്മൾ അങ്ങോട്ട് ചെന്നാലേ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന് മോഹൻ പറയേ. ഓ പിന്നെ വലിയ അസുഖമല്ലേ, പോയി അടിയിരുന്ന് വാങ്ങിക്കാൻ. അതല്ല പച്ചയ്ക്ക് ഒന്നിനൊരു മൂടില്ല. അതാ ഇവിടെ അടുത്ത് വല്ല ഷോപ്പും ഉണ്ടോന്ന് നോക്കിയാലോ, ആ അങ്ങോട്ട് പോയി ആരോടെല്ലാം ചോദിക്കാമെന്ന് കുമാർ പറയേ. എനിക്ക് ഏത് നേരവും ഇതുതന്നെ ഉള്ളോ എന്ന് മോഹനും ചോദിക്കുക. സന്തോഷത്തോടെ വായെന്ന് വിളിച്ച് കുമാർ മോഹനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. സിറ്റൗട്ടിലേക്ക് കയറിയ ശിവരാമേട്ടൻ വീണ്ടും സാറിനെ കണ്ട് സാർ ഇവിടെ തന്നെ ഇരിക്കണോ, വാ അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും 2 മിനിറ്റ് ദാ വരുന്നുവെന്ന് സാർ പറയുന്നത് കേൾക്കെ ശരിയെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ അകത്തോട്ട് കയറി പോവുകയാണ്. നിങ്ങളുടെ വലിയമ്മ ആളെ കുറയ്ക്കാൻ മനഃപൂർവ്വം എന്നെ വിളിച്ചതാണോന്ന് സംശയമുണ്ട് എന്ന് സാർ കനിയോടും വീണയോടുമായി പറയേ. അതെങ്ങനെ എന്ന് കനിയും. അതെ ഞാൻ വരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മഹേഷും കുടുംബവും രാധയും കുടുംബവും പരിപാടി ക്യാൻസൽ ആക്കിയത്. ഞാൻ ഒരാൾ വന്നപ്പോ 7 ആളാ കുറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഉള്ളതല്ലെന്ന് സാറ് ചിരിയോടെ ചോദിക്കേ. അത് ശരിയാണ് സാർ എന്ന് കനിയും ചിരിയോടെ സമ്മതിക്കുക. അകത്ത് ശിവരാമേട്ടനും സുജിയുടെ അച്ഛനുമായി സംസാരിച്ചോണ്ടിരിക്കുക. ആലോചന തുടങ്ങിയപ്പോ മുതല് ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. ലില്ലിക്ക് ഇക്കാര്യത്തിൽ തടസ്സങ്ങൾ എന്തെങ്കിലും വരുമോന്നൊരു പേടി. ഈ കാര്യത്തിന് ഒരു തടസ്സവും വരാതിരിക്കാനായി ലില്ലി ധ്യാനം കൂടാൻ പോയിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് മനസ്സുകൊണ്ട് കണ്ടോളാമെന്ന് പറഞ്ഞു എന്ന് ശിവരാമേട്ടൻ പറയേ. അതെ കാര്യങ്ങൾ നടക്കുക എന്നതാണല്ലോ നമ്മുടെ വലിയ പ്രാർത്ഥന എന്ന് സുജിയുടെ അച്ഛനും പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ പേടിയും വിശ്വാസവും ഒക്കെ ആണല്ലോ എന്ന് ശിവരാമേട്ടൻ വീണ്ടും പറയേ. അതെ അതൊന്നും പ്രശ്നമില്ല, ഞങ്ങളും വേറെ ആരോടും പറഞ്ഞില്ല. അയൽപക്കത്തും ആരെങ്കിലും വിട്ടാൽ അത് വലിയ പരാതിയാകും, അതുകൊണ്ട് ആരെയും വിളിച്ചില്ല. ഇത് ചെറുതായി ഇങ്ങ് നടക്കട്ടെ ആദ്യം. സുജിയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തി. ഏട്ടാ നമുക്ക് പരിപാടി തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. സാറിനെ വിളിക്കുന്ന ശിവരാമേട്ടൻ പറയാ വിളിക്കാമെന്ന് പറഞ്ഞ ടീച്ചറമ്മയും സീറ്റൗട്ടിലേക്ക് പോവുകയാണ്. ചടങ്ങ് തുടങ്ങാം, സാർ അകത്തേക്ക് വരുമെന്ന് ടീച്ചറമ്മ വിളിക്കുക. അനിയുടെയും വീണയുടെയും സഹായത്തോടു കൂടി സാറും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് നിശ്ചയത്തിന് റെഡിയായി റജിയും സുജിയും നിലവിളക്കിന് മുന്നിൽ ചമ്മറം പടിഞ്ഞിരിക്കുകയാണ്. 2 ആളും ഒന്ന് പ്രാർത്ഥിക്കുന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും 2 പേരും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ടീച്ചറമ്മ റജിയോടായി പറയുന്നുണ്ട്. റജി സുജിയുടെ ഇടത്തെ കയ്യിലെ മോതിരമണിയെന്ന്. അവൻ സന്തോഷത്തോടു കൂടി സുജിയുടെ വിരലിൽ മോതിരമണിയിക്കുമ്പോഴേക്കും കനിയത് മൊബൈലിൽ പകർത്തുകയാണ്. പിന്നീട് ടീച്ചറമ്മ സുജിയോടും മോളെ റജിയുടെ ഇടത്തെ കൈവിരലിൽ മോതിരമണിയെന്ന് പറയേ അവളും അവനെ മോതിരമണിയിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി ആ കാഴ്ച നോക്കി നിൽക്കേ. ഇനിയേ നിങ്ങൾ 2 പേര് കൂടിയുള്ള ഒരു ഫോട്ടോ എടുക്കാമെന്ന് കനി അവരോടായി പറയുന്നുണ്ട്. അവരും നിറഞ്ഞ സന്തോഷത്തോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കനി അത് മൊബൈലിൽ പകർത്തുകയാണ്. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് കനിയെ മീറ്റ് ചെയ്യുകയാണ് കല്ലു. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഗെയിം എന്താണെന്ന് നല്ല ക്ലാരിറ്റി ആയി എന്ന് കല്ലു പറയേ. എന്ത് ഗെയിം എന്ന് കനിയും. വെറുതെ എന്നെ ചലഞ്ച് ചെയ്യല്ലേ കുഞ്ഞാ, ഞാൻ അമ്മമ്മയോട് ഇക്കാര്യം സംസാരിച്ചു, നിങ്ങളുടെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി, ആരൊക്കെ ഇതിന്റെ പിന്നിലൊന്നും എനിക്ക് കിട്ടി എന്ന് കല്ല് പറയുമ്പോഴേക്കും കനിയും അവളെ ചേർത്ത് പിടിച്ച് എടാ കള്ള ആൽഫ ന്യൂജൻ ഡിറ്റക്റ്റീവ് എക്സേ, നീ എന്നെയും കൊണ്ടേ പോവുള്ളല്ലേ എന്ന് കനി ചോദിക്കേ. ആ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടായി, ഞാനും ഉണ്ട് നിങ്ങളുടെ ടീമിലെന്ന് കല്ലുവും. ഇതേ പറമ്പിലെ ക്രിക്കറ്റ് കളിയല്ല നിന്നെയും ചേർക്കാൻ എന്ന് കനി ഓർമ്മിപ്പിക്കേ. എന്നാ നിങ്ങളുടെ പ്ലാൻ പുറത്താവുമെന്ന് കല്ലുവും ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിയാണോ കല്ലൂസേ എന്ന് കനി ചോദിക്കേ. ഏറെക്കുറെ. ഇത് കരിക്ക് ഷേക്കിലൊന്നും നിൽക്കില്ലെന്ന് കല്ലുവും പറയുകയാ. എന്നാ നിന്നെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് കനി പറയേ. ടീമിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾ കൂടി ഉണ്ടെന്ന് കല്ലുവും. അതാരാന്ന് കനി ചോദിക്കേ. ഒരു ക്ലൂ തരാം എന്ന് കല്ലുവും. എന്ത് ക്ലൂ എന്ന് കനി ചോദിക്കേ. ആള് നേരത്തെ ചിറയൂർ വിഇഒ ആയിരുന്നു എന്ന് കല്ലു പറയുന്നത് കേൾക്കേ. സന്തോഷിട്ടനോ
എന്ന് കനിയും ചോദിക്കുന്നുണ്ട്. അതെ, എങ്ങനാന്ന് കുഞ്ഞ് തന്നെ ആലോചിക്ക് എന്ന് കല്ല് പറയുമ്പോഴേക്കും കനി ആലോചനയോടെ നിൽക്കണ കണ്ട് അതെ, വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. ഇന്നെന്താ വാങ്ങിച്ചു തരുന്നതെന്ന് കല്ല് ചോദിക്കേ. ശരി, കേറ്, വാ നോക്കാം നമുക്കെന്ന് പറഞ്ഞ് കനി അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. രാത്രിയാവുമ്പോ വീണയും ജോണും അവരവരുടെ വീടുകളിൽ ടെൻഷനോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. വീണയുടെ മനസ്സിലേക്ക് കനിയുടെ അമ്മയുടെ വാക്കുകളാണ് ഓടിയെത്തുന്നത്. ഞങ്ങൾ ഇവിടെ അധികാരം കാണിക്കാനൊന്നുമല്ല വന്നത്, കനികയുടെ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയാനാ എന്നവർ പറഞ്ഞതും കനി ജോണിനോടായി പറയുന്ന, എനിക്കറിയാം ജോണേട്ടൻ കാത്തിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണെന്ന്, എന്നിട്ട് ഇപ്പൊ ഇവൾ എന്താ ചെയ്യുന്നേ? ആ സന്തോഷത്തിന്റെ പിന്നാലെ തന്നെ നടക്കുന്നു. എനിക്കിത് പറ്റത്തില്ല, ഞാൻ ഇത് കാരണമാണ് മടങ്ങി വന്നത്. ഇപ്പോഴും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇഷ്ടം എല്ലാരും കൂടി നടത്തി തരണം എന്നൊക്കെ കനിയെന്ന് പറഞ്ഞത് ജോണും ഓർത്തുകൊണ്ടിരിക്കുക. വീണയും വന്ന് ജോണിന്റെ റൂമിൽ കയറി ജോണിന്റെ ആ ഡയറി എടുത്ത് വായിച്ച കാര്യമെല്ലാം ഓർക്കുകയാ. ടെൻഷനോടെ അവൾ തന്റെ മൊബൈൽ എടുത്ത് കുട്ടിക്കാലത്തെ ജോണിന്റെയും വീണയുടെയും ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സന്തോഷിനെ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് കല്ല് പറഞ്ഞ കാര്യം കനി ചെറിയമ്മയോട് അവതരിപ്പിക്കുന്നതും ടീച്ചറമ്മ കാര്യം മേരിക്കുട്ടിയെ വിളിച്ചു ചോദിക്കുന്നതും കനിയും സന്തോഷിനെ കണ്ട് ജോണിന് കുട്ടിക്കാലം തൊട്ടേ വീണയോട് പ്രണയമുണ്ടായിരുന്നുവെന്ന കാര്യം പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.